സംസ്ഥാനത്ത് അതിരൂക്ഷമായ രീതിയിൽ പനി പടരുന്നുവെന്നാണ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ 5 ദിവസത്തിനിടെ 55,000-ലേറെ പേർക്ക് പനിക്ക് ചികിത്സ തേടേണ്ടി വന്നു. ഇന്നലെ മാത്രം 3 മരണങ്ങൾ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് ഞാനെന്നുള്ളത്. ഇവിടുത്തെ സ്ഥിതി എന്താണ് എന്ന് പരിശോധിക്കാം. അതിനു മുൻപ് നമുക്ക് മാസ്ക് വയ്ക്കാം. ഞങ്ങൾ പൂജപ്പുര എന്നാണ് വരുന്നത്. മോന് പനി എന്തൊക്കെ അസുഖങ്ങളുണ്ട് പറ. ഡോക്ടറിനെ കണ്ട് ഗുളിക എഴുതി തന്നു. ഗുളിക വാങ്ങിച്ചോണ്ട് മോള് ഗുളിക വാങ്ങിക്കാൻ പോയിരിക്കുന്നു. നല്ല തിരക്കുണ്ട്. ഞങ്ങള് വന്ന് ഒരു 2-3 മണിക്കൂറാവും. അവിടെ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ടോക്കൺ കൊടുക്കുന്നിടത്ത്. അപ്പോൾ ടോക്കൺ കൊടുക്കുന്നിടത്ത് നിന്ന് മരുന്ന് കിട്ടി. ഇനി വീട്ടിൽ പോകാൻ പോകണം. എല്ലാ മരുന്നും കിട്ടിയായിരുന്നു? എല്ലാ മരുന്നും കിട്ടിയാ ചോദിക്കും. ഇല്ല, കിട്ടിയെന്ന് തോന്നുന്നു. എവിടുന്ന് വരുന്നത്? നെയ്യാറിനാ. പനിയായിട്ടാണോ? ഞാൻ ഇവിടെ ഇപ്പോൾ ജോലിക്ക് വന്നപ്പോഴത്തേക്ക് പനിയായി അങ്ങനെ ഇവിടെ വന്നത്. പനി കൊണ്ട് ചുമയും. പനി ഇന്നലെ തുടങ്ങിയത്. ചുമ തുടങ്ങിയിട്ട് 4-5 ദിവസമായി. സംസ്ഥാനത്ത് പനി കൂടുതലാണ്. ഡോക്ടറെ കാണാൻ പറ്റി? കണ്ടു. കണ്ടപ്പോൾ കഴിയുമ്പോൾ തിരക്കില്ല. ഇന്ന് ഉടനെ കണ്ടു. ഇനി മരുന്ന് വാങ്ങാനായിട്ട് നിൽക്കുന്നു. മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നു. ഗുളിക വാങ്ങണം. ഒറ്റയ്ക്കുള്ളൂ. പനി വിവര കണക്കുകൾ സർക്കാർ പുറത്തുവിടുന്നില്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്നതിനിടെയാണ് ആരോഗ്യവകുപ്പ് കണക്കുകൾ പ്രസിദ്ധീകരിച്ചത്. ജൂൺ 30-നായിരുന്നു ആരോഗ്യവകുപ്പ് അവസാനമായി രോഗവിവര കണക്കുകൾ പ്രസിദ്ധീകരിച്ചിരുന്നത്. പനി ബാധിതരുടെ എണ്ണം ഗണ്യമായി ഉയരുന്നു എന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ 25 പേർക്കാണ് എലിപ്പനി സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 5 ദിവസത്തിനിടെ 493 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 1693 പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സയിലുമാണ്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ രോഗികൾ ഉള്ളത് എന്ന് പറയുമ്പോഴും ജില്ല തിരിച്ചുള്ള കണക്കുകളിൽ അവ്യക്തത എന്നാണ് ആക്ഷേപം. ഇല്ല, പനിയും ചെറിയൊരു ശ്വാസം മുട്ടലും അത്രേ ഉള്ളൂ. തലവേദന അത്രേ ഉള്ളൂ. സംസ്ഥാനത്ത് പനി കൂടുതലാണ്. അറിഞ്ഞിരുന്നു. 2 ദിവസമായിട്ട് പനി ഉണ്ടായിരുന്നു. ഇപ്പം ഇച്ചിരി കുറവുണ്ട്. ഡോക്ടറെ കണ്ടു. അപ്പം മരുന്ന് കഴിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. കുറവില്ലെങ്കിൽ എന്ന് പറഞ്ഞു. പനിയായിട്ടാണോ? പനിയായിട്ടാണ്. നേരത്തെ ഒരാഴ്ച കൊണ്ട് പനി ഉണ്ടായിരുന്നു. അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ച് ഇച്ചിരി കുറവുണ്ട്. പിന്നെ ശരീരത്തിന് അത്ര നല്ല സുഖമില്ല. അതുകൊണ്ട് വീണ്ടും ഒന്നും കൂടെ കാണിക്കും ഹോസ്പിറ്റലിൽ വന്നത്. ഇപ്പോൾ ഡോക്ടറെ കണ്ടോ? കണ്ടു. ധാരാളം വെള്ളം കുടിക്കാൻ പറഞ്ഞു.